വൈക്കം നഗരസഭാ പാർക്ക് ഓണത്തിനു മുമ്പായി നവീകരിക്കാൻ പദ്ധതി തയ്യാറാവുന്നു. അതിനു മുന്നോടിയായി പാർക്കിന്റെ മധ്യഭാഗത്തുള്ള ആനയുടെ ഫൗണ്ടൻ നവീകരിക്കാൻ തീരുമാനമായി. ഇൻഡോ അമേരിക്കൻ ആശുപത്രി അധികൃതരാണ് ഈ ഫൗണ്ടൻ നവീകരിക്കുന്നത്. ഇതിന്റെ ജോലികൾ അടുത്ത ദിവസം തന്നെ തുടങ്ങും. വയോധികർക്കായി പ്രത്യേക ഇരിപ്പിടം, യോഗ പാർക്കടക്കം കുട്ടികളുടെ കളിയുപകരണങ്ങളും തകർന്ന വൈദ്യുതി സംവിധാനവും ശുചിമുറികളും നവീകരിച്ച് ഓണത്തിനു മുമ്പ് തുറക്കാനാണ് പദ്ധതി. അടുത്ത നഗരസഭാ കൗൺസിലിൽ ഇത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ദുൾ സലാം റാവുത്തർ അറിയിച്ചു. പാർക്കിനകത്ത് മുൻകാലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ആ സ്തൂപം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റല് അതിൻ്റെ MD അടക്കം അവിടെ വന്ന് കാണുകയും അതിനോട് അനുബന്ധിച്ച ആ പ്രവൃത്തി അവർ മനോഹരമാക്കി തരുന്നതിന് സമ്മതിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം കുട്ടികളുടെ കളിസാധനങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ നഗരസഭ ആലോചിച്ചു വരുന്നു. അതുപോലെ തന്നെ ഇന്നലെ MPയെ കണ്ട് നമ്മൾ പണം ആവശ്യപ്പെട്ടു. ഇതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കാൻ MP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ CSR ഫണ്ട് നമുക്ക് തരുന്നതിന് അതിൻ്റെ തുക എത്ര ചെലവ് വരും എന്നുള്ളതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കാൻ അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം സമാഹരിച്ച് അടുത്ത കൗൺസിൽ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം വിപുലമായ പദ്ധതി തയ്യാറാക്കി അതിനുള്ള നടപടി ഓണത്തിന് മുമ്പ് നല്ല രീതിയിൽ അതാക്കുന്നതിന് നടപടി സ്വീകരിക്കും. നഗരസഭാ ഫണ്ടും MP ഫണ്ടും ലഭ്യമാക്കി സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സഹകരണത്തോടു കൂടിയാണ് പാർക്ക് നവീകരിക്കാൻ പദ്ധതിയിടുന്നത്. നിലവിൽ പാർക്കിലെത്തിയാൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച കുട്ടികളുടെ റൈഡിംഗ് ഉപകരണങ്ങളടക്കം മാസങ്ങളായി കേടുവന്ന നിലയിലാണ്. അശാസ്ത്രീയമായ നടപ്പാത നിർമ്മാണം മൂലം ഒരു ചെറിയ മഴയിലും ഇവിടെ വെള്ളക്കെട്ടും രൂക്ഷമാണ്. ചെറിയ തൂണുകളിൽ സ്ഥാപിച്ചിരുന്ന 32ഓളം അലങ്കാര വിളക്കുകൾ തകർന്ന നിലയിലും വൈദ്യുതി വിതരണം അപകടകരമായ നിലയിലുമായതോടെ താൽക്കാലിക ലൈറ്റുകൾ സ്ഥാപിച്ചാണ് രാത്രി പാർക്കിന്റെ പ്രവർത്തനം. ഉണങ്ങി നിൽക്കുന്ന മരശിഖരങ്ങൾ സന്ദർശകരുടെ തലയിൽ വീഴാത്തത് ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അവധി ദിവസങ്ങളിൽ ഏറെ തിരക്കേറിയ ഈ പാർക്ക് നായ്ക്കളുടെ കേന്ദ്രവുമായി മാറിയിട്ടുണ്ട്. ഓരോ നഗരസഭാ ഭരണസമിതികളും മാറി മാറി വരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കുന്ന നഗരസഭാ പാർക്കാണ് യഥാസമയം അറ്റകുറ്റപ്പണിയും മേൽനോട്ടവുമില്ലാതെ ഈ ദുരവസ്ഥയിലാകുന്നത്. ന്യൂസ് ടീം, വൈക്കം വാർത്ത.